ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ് മരിച്ചവരിൽ 10 സ്ത്രീകളുണ്ട് എന്ന വാർത്ത കൂടി വരികയാണ്. 32 മരണമുണ്ടായതിൽ 10 പേർ സ്ത്രീകളാണ് എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. അതുപോലെ ചില 6ഓളം കുട്ടികൾ കുഴഞ്ഞു വീണിരുന്നു. ആ കുട്ടികളും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചില ആളുകളുടെ അവസ്ഥ ഗുരുതരമായി ഇപ്പോഴും തുടരുന്നു എന്ന വാർത്ത കൂടി ഈ വേലുച്ചാമിപുരത്തെ ആശുപത്രികളിൽ നിന്നും ലഭിക്കുന്നു ഈ വിവരങ്ങൾ. എന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രി ഈ കൂടുതൽ ആരോഗ്യ സുരക്ഷയും അതേപോലെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. മന്ത്രിമാർ സംഭവ സ്ഥലത്ത് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാർ ഈ കരൂരിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ട് എന്നുള്ളതും നമ്മളെ സങ്കടപ്പെടുന്ന കാര്യമാണ്. എന്തായാലും ഈ റാലി വൻ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് വേണം കരുതാൻ. ഈ സംഘാടനത്തിലെ പിഴവാണോ അതോ പോലീസ് സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടതാണോ? എന്തായാലും ഒരു വലിയ ദുരന്തമായി ഈ മാറി കരൂർ ഈ വേലുച്ചാമിപുരത്തുണ്ടായ ഈ വലിയ അപകടം. 32 പേരുടെ ജീവനെടുത്ത ഈ അപകടം ഒരുപക്ഷെ വിജയിയുടെ ഈ ഒരു രാഷ്ട്രീയ രംഗത്തെ ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല എല്ലാ മുൻകരുതലുകളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ നടപ്പിലാക്കിയിട്ട് വേണം വലിയ റാലികൾ സംഘടിപ്പിക്കാനെന്ന് മദ്രാസ് ഹൈക്കോടതി വിധി നൽകിയിട്ടുള്ള പശ്ചാത്തലത്തിൽ കൂടുതൽ നിയമക്കുരുക്കിലേക്കൊക്കെ പ്രശ്നങ്ങൾ വലിച്ചുകൊണ്ടു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി പരസ്പരം കുറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടായെന്ന് വരും. DMK തന്നെ വളരെ കടുത്ത ഭാഷയിൽ തന്നെ ഈ വിജയ് വിമർശിച്ചിരുന്നു. മാത്രമല്ല സെന്തിൽ ബാലാജി DMKയ്ക്ക് വേണ്ടി നോട്ടടിക്കുന്ന ATM ആണ് എന്നുവരെ വിജയ് പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കടുത്ത ഭാഷയിൽ DMKയെയും DMKയുടെ മന്ത്രിമാരെയും DMKയുടെ മുൻ മന്ത്രിയും ഒക്കെ വിമർശിച്ച വിജയ് ഒരുപക്ഷെ നാളെ നേരിടാൻ പോകുന്ന എന്തൊക്കെ നിയമപ്രശ്നങ്ങളാണ് എന്ന് കാണേണ്ടിയിരിക്കുന്നു. 32 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കൊപ്പം വീണ്ടും മുഹമ്മദ് റഗീസ് ചേരുകയാണ്. റഗീസ്, തമിഴ്നാടിനെയും ദേശീയ തലത്തിലും അക്ഷരാർത്ഥത്തിൽ നടുക്കിയ വലിയ ദുരന്തമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്.